ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും മൈക്രോബയോളജിയുടെയും പിതാവായി അറിയപ്പെടുന്ന ലോകപ്രശസ്ത ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ലൂയിസ് പാസ്റ്ററുടെ ശാസ്ത്രീയ നേട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ആഴമേറിയ കത്തോലിക്ക വിശ്വാസവും വീണ്ടും ചർച്ചയാകുന്നു. പല ജീവചരിത്രകാരന്മാരും അദ്ദേഹത്തെ ഒരു മതനിരപേക്ഷവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കത്തുകളും ഡയറി കുറിപ്പുകളും വ്യക്തമാക്കുന്നത് ജീവിതാവസാനം വരെ തീവ്രമായ ദൈവവിശ്വാസം കാത്തുസൂക്ഷിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നാണ്. ശാസ്ത്രവും ദൈവവിശ്വാസവും പരസ്പര വിരുദ്ധമല്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികളായ ശാസ്ത്രജ്ഞർക്ക് വലിയൊരു പ്രചോദനമാണ്. ഫ്രാൻസിലെ അർബോയിസിലെ ഒരു സാധാരണ കത്തോലിക്ക കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. നെപ്പോളിയന്റെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ പിതാവാണ് അദ്ദേഹത്തിൽ അച്ചടക്കവും ദൈവവിശ്വാസവും വളർത്തിയെടുത്തത്. അക്കാലത്ത് ഫ്രാൻസിൽ പടർന്നു പിടിച്ച നിരീശ്വരവാദ ചിന്താഗതികളെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പ്രകൃതിയിലെ സത്യങ്ങളും ദൈവിക സത്യങ്ങളും ഒടുവിൽ ഒരിടത്താണ് സംഗമിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: എനിക്കൊരു സാധാരണ ബ്രിട്ടൻ കർഷകന്റെ അടിയുറച്ച വിശ്വാസമാണുള്ളത്. എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഒരു കർഷകന്റെ ഭാര്യയുടെ അത്രയും ആഴമുള്ള വിശ്വാസം എനിക്കുണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന അദ്ദേഹത്തെ കണ്ട് ആരാണെന്നറിയാതെ ഒരു നിരീശ്വരവാദി പരിഹസിക്കുകയുണ്ടായി. ആ മനുഷ്യന്റെ അറിവില്ലായ്മയിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി നൽകി: ഞാൻ പ്രകൃതിയെക്കുറിച്ച് എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം സൃഷ്ടാവിന്റെ അത്ഭുത പ്രവൃത്തികളിൽ ഞാൻ വിസ്മയിച്ചു പോകുകയാണ്. താൻ സംസാരിച്ചത് ലോകപ്രശസ്തനായ ലൂയിസ് പാസ്റ്ററോടാണെന്ന് തിരിച്ചറിഞ്ഞ നിരീശ്വരവാദി പിന്നീട് ലജ്ജിതനായി പിൻവാങ്ങി. രോഗങ്ങൾക്ക് കാരണം സൂക്ഷ്മജീവികളാണെന്ന ജേം തിയറിക്ക് ലോകമെമ്പാടും അംഗീകാരം നേടിക്കൊടുത്ത പാസ്റ്ററുടെ പരീക്ഷണങ്ങളായിരുന്നു. ജീവനില്ലാത്ത പദാർത്ഥങ്ങളിൽ നിന്ന് ജീവൻ തനിയെ ഉണ്ടാകുന്നെന്ന പുരാതനമായ ആബിയോജെനസിസ് സിദ്ധാന്തത്തെ അദ്ദേഹം തന്റെ വിഖ്യാതമായ സ്വാൻ നെക്ക് ഫ്ലാസ്ക് പരീക്ഷണത്തിലൂടെ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിച്ചു. മാനവികതയ്ക്കുള്ള സേവനമാണ് തന്റെ പരീക്ഷണശാലയെന്ന് വിശ്വസിച്ച അദ്ദേഹം ശാസ്ത്ര പുരോഗതി എപ്പോഴും പാവപ്പെട്ടവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും ഉന്നമനത്തിനായിരിക്കണമെന്ന് ഉപയോഗിക്കേണ്ടതെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചു. തന്റെ ആത്മീയ ജീവിതത്തോടെ അങ്ങേയറ്റം വിശ്വസ്തത പുലർത്തിയ അദ്ദേഹം മരണമടയുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിൽ ജപമാല ഉണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം കാത്തുസൂക്ഷിച്ച നിശബ്ദമായ ദൈവഭക്തിയുടെ പ്രതീകമായി ആ ജപമാലയോട് കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തതും.